ഹായ് എവ്രി വൺ. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള പിസയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പിസേൻ്റെ അകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം അതേ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം വേണ്ടത് സ്പെഗറ്റിയാണ്. സ്പെഗറ്റി ഒരു ഹാഫ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാസ്തയെല്ലാം വേവിക്കുന്ന പോലെ വേവിച്ചെടുത്തതാണിത്. പിന്നെ കുറച്ച് ചിക്കൻ വേണം. ചിക്കൻ ഒരു ഹാഫ് കപ്പ് ബോൺലെസ് ആയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണിത്. പിന്നെ പിസ്സ സോസ് വേണം. കുറച്ച് ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം 2 കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചയും പിന്നെ യെല്ലോ കളറിലെ. പിന്നെ കുറച്ച് ചിക്കൻ വേണം. ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തതാണിത്, ബോൺലെസ് പീസ്. ഇതിൻ്റെ അകത്ത് സ്പെഗറ്റി ആണ് ബേസായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ പിസ്സ ക്രസ്റ്റാണല്ലോ ഉപയോഗിക്കുക ഇതിൻ്റെ മൈദേൻ്റെ. പക്ഷെ ഞാനിവിടെ സ്പെഗറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാതെ നോക്കാം. ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മതി, ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും. ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലാണ് സ്പെഗറ്റി വെക്കേണ്ടത്. സ്പെഗറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട വേണം. സ്പെഗറ്റി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും ഓയിലും ചേർത്തിട്ട് തന്നെ വേവിക്കുക, എന്നാലേ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം സ്പെഗറ്റി ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പെഗറ്റി ഏകദേശം ഒരു 10-15 മിനിറ്റ് തന്നെ വേണ്ടി വരും കുക്ക് ചെയ്യാം. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യണം. നമ്മൾ പാസ്തയെല്ലാം വേവിക്കില്ല, അതുപോലെ തന്നെയാണ് സ്പെഗറ്റി വേവിക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണ് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ട് ഒന്ന് മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഉണ്ടല്ലേ, ഒന്ന് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. എപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ, നല്ല ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി പിസ്സ സോസ് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണിത്. പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് ഫോളോ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ആ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്പെഗറ്റി ആണെന്ന് മാത്രം. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസ് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറച്ച് ബോൺലെസ് പീസ് ഫ്രൈ ചെയ്തെടുത്തതാണിത്. അതൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ ഇല്ലാണ്ട് ഉണ്ടാക്കാം, ഇത് ഓപ്ഷനിലാണ്. വെജിറ്റബിൾ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം. ചിക്കൻ സ്പെഗറ്റി പിസ്സ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചിക്കൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം 2 കളർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളറിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ക്യാപ്സിക്കം ഇതിനകത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. നേരിയതായിട്ട് മുറിച്ചതാണിത്. നമ്മൾ പിസ്സയിലെല്ലാം മുറിക്കില്ല, അതുപോലെ തന്നെ മുറിച്ചതാണിത്. അതുപോലെ തന്നെ ഒരു തക്കാളി, മീഡിയം തക്കാളി ഒന്ന് മുറിച്ചതും കൂടെ ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഒറിഗാനോ പിസ്സേൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. പിസ്സേൻ്റെ ആ ഒരു ഒതൻറ്റിക് സ്മെല്ല് വേണമെങ്കിൽ ഒറിഗാനോ എന്തായാലും മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇനി മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. പിസ്സേൻ്റെ അകത്ത് ഇടുന്ന പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും സെയിം തന്നെ, പക്ഷേങ്കിൽ ആ ഒരു സ്പെഗറ്റി ആണെന്ന് മാത്രം ഇതിൻ്റെ ബേസ്. അപ്പോൾ ചീസ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ബാക്കി വന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം.
ബാക്കി വന്ന വെജിറ്റബിൾസ് എല്ലാം ഞാൻ അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചീസ് മെൽട്ടാകുന്നവരെ ഒന്ന് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്പെഗറ്റി പിസ്സയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസെല്ലാം നല്ലോണം മെൽട്ടായിട്ടുണ്ട്. ചിക്കനെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സേൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം ഇതിൻ്റെ ഒറിഗാനെല്ലാം ചേർത്തല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫീഡ്ബാക്ക് അറിയിക്കാം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.